സംസാരിക്കാൻ പോകുന്നത് അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ്. അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി 4 പേരൻറ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അതിനകത്ത് വൺ ഓഫ് ദം ആണ് അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് സ്റ്റൈൽ. ഈ ഒരു പേരൻറ്റിംഗ് സ്റ്റൈലിൽ ഈ പേരൻസിന് ചിൽഡ്രൻ്റെ മുകളിൽ കുറേ ഡിമാൻഡ്സും അവർക്ക് കുറേ കുട്ടികളിൽ നിന്ന് കുറേ എക്സ്പെക്റ്റേഷൻസും ഒക്കെ കീപ്പ് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻസൊക്കെ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പം പണിഷ്മെൻ്റ് ആയിട്ട് അവരോട് വഴക്ക് പറയുകയും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് ഡീൽ ചെയ്യുകയോ ചെയ്യുന്ന കുറേ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പേരൻസ് വളരെ കുറച്ച് വാംത്ത് അല്ലെങ്കിൽ വളരെ കുറച്ചാണ് കുട്ടികളുടെ അടുത്ത് ഒരു ആശ്വാസ വാക്ക് പറയുക. അവരെപ്പോഴും വിചാരിക്കുന്നത് കുട്ടികൾ നല്ലതാവാൻ വേണ്ടി കുറേ സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും വെച്ച് പണിഷ്മെൻറ്റ് വഴിയാണ് കുറച്ചും കൂടെ അവരുടെ ബിഹേവിയറിനെ പറ്റുക എന്നൊക്കെയാണ് അവരുടെ വിചാരം. ഇങ്ങനെയുള്ള പേരൻറ്റിംഗ് സ്റ്റൈലിന് കുറേ ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ട്. പിള്ളേരിൽ നമ്മൾ കുറേ ആഫ്റ്റർ ഇഫക്ട്സ് കണ്ടുവരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ടും അവരുടെ ഒരു സെൽഫ് വെർത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവിടെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അവരുടെ ഒരു സെൽഫ് വെർത്ത് തന്നെ അവർക്ക് ഒരു കുറയുന്ന പോലെ അവർക്ക് തോന്നും. അതുപോലെ ഇങ്ങനെ സ്ട്രിക്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന പിള്ളേരിൽ ഈ പിള്ളേർ വലുതാകുമ്പോൾ കുറച്ച് റെബല്ലിയസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള പിള്ളേരിൽ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യുവാനുള്ള സ്കില്ല് അവരിൽ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനത്തെ അച്ഛനും അമ്മയും ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ വളരെ കുറച്ച് സ്നേഹമോ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം പിള്ളേരുമായിട്ടുള്ള ആ പേരൻസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വളരെ കൂടും. ഇങ്ങനെ വളർന്നു വരുന്ന ചിൽഡ്രനിൽ പിന്നീട് അവർ ഒരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ പിന്നീട് നാളെ അവർക്കൊരു പിള്ളേരാവുകയോ ചെയ്തു കഴിയുമ്പോൾ അവരുടെ പിള്ളേരിൽ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സിൽ ഇങ്ങനൊരു കൺട്രോൾഡ് ബിഹേവിയർ കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരു അടിയോ അല്ലെങ്കിൽ ഒരു വഴക്കോ കൊടുത്ത് അവരുടെ ബിഹേവിയർ മാറ്റുന്നതിന് പകരം എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഹെൽത്തി രീതിയിൽ നമുക്ക് അവരുടെ ബിഹേവിയറിനെ മാറ്റാം എന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് സൈലേൺ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു ബിഹേവിയറൽ മാനേജ്മെൻറ്റ് തെറാപ്പി വർക്ക്ഷോപ്പ്. ഇത് ബോത്ത് ടീച്ചേഴ്സിനും പേരൻസിനും ഡെയിലി ചിൽഡ്രനെ കണ്ടുവരുന്ന എല്ലാവർക്കും ഈ ഒരു വർക്ക്ഷോപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദ വർക്ക്ഷോപ്പ്. സെപ്റ്റംബർ 9, 10, 11 തീയതികളിലാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.